അങ്ങനെ ഘനഗംഭീരമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കൊക്കെ ശേഷം ഇറാൻ അമേരിക്ക വാറിന് അവസാനമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇരു രാജ്യങ്ങളും ഒരു കരാറിന്റെ വളരെ അടുത്തെത്തി എന്നാണ് പറയുന്നത്. അതായത് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കരാറിന് അടുത്തെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങള് സമ്മതിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് കരുതുന്നു. ഒരു പക്ഷേ അതിലൊരു വലിയ തീരുമാനമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഐതിഹാസികമായ എപ്പിക് ഫൂരി അവസാനിക്കും. കൂടാതെ ഉപരോധം നീങ്ങുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ സാധിക്കും. അവർ സമ്മതിച്ചില്ലെങ്കിൽ ആക്രമണം ആരംഭിക്കും. അത് മുമ്പത്തേക്കാൾ തീവ്രമായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. ഇതാണ് അവസാനം ട്രംപ് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പോസ്റ്റ്, എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് ഇരു രാജ്യങ്ങളും ഏകദേശം ഒരു കരാറിനടുത്തെത്തി. അവർ കുറച്ച് കാര്യങ്ങൾ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന സാധനം എന്താ അറിയോ, ഇറാനെ ഇപ്പം അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റും എന്നും പറഞ്ഞിട്ട് 2 ആഴ്ചത്തേക്ക് ചെന്നതാണ് ഇറാനിലോട്ട്. ആ മൂക്കിൽ വലിച്ചു കയറ്റാൻ പോയ സാധനത്തിനെ വലിച്ചിറക്കാൻ പറ്റാണ്ട് സ്റ്റക്കായിട്ട് ഇടങ്ങാറായിട്ട് നിൽക്കുന്ന അമേരിക്കനെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ലോകത്ത് തന്നെ ഒറ്റപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് അമേരിക്ക പോയി. അമേരിക്കനെ ഇറാൻ വിചാരിച്ച പരിധിയിലേക്ക് അമേരിക്കനെ എത്തിക്കാനും ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ചർച്ച പാകിസ്ഥാനിൽ നടക്കുന്ന സമയത്ത് ആ ചർച്ച എങ്ങും എത്താണ്ട് പിരിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാ. രണ്ടാമത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുകയും എന്നാൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഏകപക്ഷീയമായിട്ട് ആ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി. നമ്മൾ ആലോചിക്കണം, സാധാരണ രീതിയിൽ ലോകത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ചർച്ചയിൽ നിന്നും അതേപോലെ തന്നെ ഈ കരാറുകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിക്കാറ് അമേരിക്ക മാത്രമാണ്. വേറെ ആരും ഇങ്ങനെ പ്രഖ്യാപിക്കാറില്ല. അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിലോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ടേബിളിലോ എല്ലാ കാലത്തും കംപ്ലീറ്റ് അപ്പർ ഹാൻഡ് ഉണ്ടാവുന്നത് അമേരിക്കക്കാണ്. ആ അമേരിക്കനോടാണ് ഇവർ പറഞ്ഞത്, പോയി പണി നോക്ക്, ഞങ്ങളൊന്നും വരത്തില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാണ്ട് വരത്തില്ല എന്ന്. അതായത് ഞങ്ങളുടെ നെറ്റത്ത് തോക്ക് ചൂണ്ടിയിട്ട് ഞങ്ങളുടെ കടൽ തീരങ്ങളിലെല്ലാം ഈ പറയുന്ന നിങ്ങളുടെ മറൈനുകളെയും അതേപോലെ തന്നെ നിങ്ങളുടെ യുദ്ധക്കപ്പലുകളൊക്കെ നിരത്തി വെച്ചിട്ട് ഞങ്ങളെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുത്തിക്കാൻ നിങ്ങൾ വിചാരിക്കേ ചെയ്യേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ എത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അമേരിക്കൻ ബേസുകൾ തകർത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ വരികയും അമേരിക്കക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. മൂക്കിൽ വലിച്ചു കയറ്റാൻ പോയ അമേരിക്കയുടെ മൂക്ക് ചെത്തിയിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുണ്ടായിസം ആദ്യമേ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇപ്പം അങ്ങ് ചെല്ലുന്നു, അവിടെ റെജീം ചേഞ്ച് നടത്തുന്നു, ഇവരുടെ എൻറിച്ച്ഡ് എന്താ പറയുക, എൻറിച്ച്ഡ് യുറേനിയം എല്ലാം ഞങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു, നിങ്ങളുടെ എല്ലാ മിസൈൽ സ്റ്റേഷനും അവസാനിക്കുന്നു, ഇസ്രായേലെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടെ. ഈ കാര്യം പറഞ്ഞിട്ടല്ലേ പോയേ. അവസാനം എന്താ ഉണ്ടായേ? എല്ലാം കൂടെ തകിടം മറിഞ്ഞു, എക്കണോമിക് വാറായി, ലോകത്തുള്ള സകല രാജ്യങ്ങളും ഇട്ടങ്ങാറാവുന്ന രീതിയിലോട്ട് മാറി. ഇപ്പൊ 40 ദിവസത്തിന് മുകളിലാണ് ഒരു സിലിണ്ടർ കേരളത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ടതെന്നുള്ളതാണ്. ആ ലെവലിലിട്ട് ലോകരാജ്യങ്ങൾ എത്തിച്ചു. നമ്മൾ അത്യാവശ്യം റിസർവും അതേപോലെ തന്നെ വേറെ പല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സിലേക്ക് പോകാൻ കപ്പാസിറ്റി ഉള്ള രാജ്യമായതുകൊണ്ട് നമ്മുടെ സ്ട്രഗ്ലിംഗ് ഫേസ് നമുക്ക് ഉണ്ടെങ്കിൽ കൂടെ അതിന്റെ തോത് കുറച്ച് കുറവാണ് നമുക്ക്. പക്ഷെ അതൊന്നും അല്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എട്ടങ്ങാറായിപ്പോയി അവര്. എന്നാൽ അവർക്കും വല്ല ഇൻവോൾവ്മെന്റും ഈ കാര്യത്തിലുണ്ടോ? ഇല്ല. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന ഇറാനിലോട്ട് ചെന്നതാ. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രശ്നമായിട്ട് ഇറാൻ അതിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറ്റുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കരാറിലോട്ട് വളരെ വേഗം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാധനം ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ അഹങ്കാരം കാണിക്കാണ്ട് ഞങ്ങളുടെ അടുത്ത് മറിച്ചതുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം കാണിച്ചിട്ട് നേരെ ഇറാനിലോട്ടാണ് ചെന്നിട്ട് ആ അഹങ്കാരത്തിന്റെ നെറുകുന്തലം നോക്കി തല്ലി ഇറാൻ എന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യമേ ചെയ്യാം. ഇത്ര ഇടങ്ങാറാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഹോർമൂസിനെ അടക്കാൻ തന്നെ കാരണം ആരാണ്? അമേരിക്ക. എന്നിട്ട് ഹോർമൂസിനെ തുറക്കാൻ വേണ്ടിയിട്ട് അടുത്ത യുദ്ധം. അമേരിക്ക ചെന്നതുകൊണ്ട് അടച്ച ഹോർമൂസിനെ തുറക്കാൻ അടുത്ത പ്രൊജക്ട് ഫ്രീഡം. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ ചർച്ചയിലൂടെ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് എത്തി എന്നുള്ളതാണ്.
അതായത് ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ മന്ദഗതിയിലാക്കും, അല്ലെങ്കിൽ അത് നിർത്തലാക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക മിസൈലുകളുടെ ശേഷി മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലുള്ള തീരുമാനങ്ങൾ ഈ കരാറിൽ വരാൻ പോവാണെന്നാണ് പറയണേ. അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപിനെ കാണാൻ കുറച്ച് പിള്ളേർ വന്നപ്പോൾ ആ പിള്ളേരോട് പറയുന്നുണ്ടായിരുന്നു 2 ആഴ്ച കൊണ്ട് ഇറാൻ നമ്മളെ കൊല്ലുമായിരുന്നു എന്നുള്ളത്. എന്ത് പേടിയാണോ നിങ്ങൾക്ക്? നിങ്ങളെടുത്തല്ലേ ഈ പറയുന്ന സകലമാന സിസ്റ്റങ്ങളും സകലമാന സെർവറുകളും എല്ലാത്തിൻ്റെയും ഡാറ്റയും ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ഫൈറ്റർ ജെറ്റുകളെ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? രണ്ടാഴ്ച കൊണ്ട് ഇറാൻ ഞങ്ങളെ കൊല്ലുന്നത് എന്ത് ഭയമാണ് അപ്പോൾ ഇവർക്കുള്ളത്? അപ്പൊ ഇതെല്ലാം പൊള്ളയാണോ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കി ന്യൂസ് കൂടെ ഉണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാനിലെ ആണവ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ തുടക്കമിടുന്നതിനുമായി ഇറാനുമായി ഒരു പേജുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വൈറ്റ് ഹൗസ് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇരുപക്ഷവും ഒരു കരാറിലേക്ക് ഇത്ര അടുത്ത് എത്തുന്നത് ആദ്യമായിട്ടാണ്. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം ഈ കരാറിൽ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ ഇതാണ്: ആണവ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ നിരോധനം ഏർപ്പെടുത്തണം. അത് ഇറാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. എന്ത്? അതായത് റിലീജിയസ്ലി അവരുടെ വിശ്വാസപ്രകാരം അവർ അണുവായുധത്തിനെതിരാണ്. ഇറാനിൽ അത്തരം ഫത്വകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത് ആ ഫത്വ തന്നെയാണ്. അതായത് അണുവായുധം ഇവരുടെ കയ്യിലില്ലാത്ത എന്തുകൊണ്ടാണ് കിം ജോങ്ങിന്റെ അടുത്തേക്ക് ഈ മൂക്കിൽ വലിച്ചു കയറ്റാനുള്ള പോക്ക് പോവാത്തെ? അവിടെ ആ സാധനം ഉണ്ട്, അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതും കൊണ്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒറ്റ വിടലേക്കാരം അമേരിക്കയിലേക്ക് മൊത്തം തകർന്നില്ലാണ്ടായി പോകും. മാത്രമല്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇവർ ഈ ബോംബിടുന്ന സമയത്തെ ഇതിങ്ങനെ നശീകരണം ഉണ്ടാക്കും എന്നുള്ളതല്ലാണ്ട് ഇതിന്റെ റേഡിയേഷൻ വർഷങ്ങളോളം നിൽക്കിയ തലമുറകളിലോട്ട് അതിന്റെ പ്രശ്നങ്ങൾ കൈമാറിപ്പോകുന്നുള്ള ഐഡിയയും ധാരണയും അന്ന് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നിവർക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അണുവായുധമുള്ള ആണവ ശക്തിയോട് ഇവർ കളിക്കത്തില്ല എന്നുള്ളതും കൂടെ അതിന്റെ ഭാഗമായിട്ട് പറയണം. മാത്രമല്ല ആണവ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ നിരോധനം ഏർപ്പെടുത്തണം. പകരമായി US ഉപരോധങ്ങൾ പിൻവലിക്കുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകുകയും ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ നേരത്തെ ഈ യുദ്ധത്തിന് പോകുന്നതിന് യുദ്ധത്തിന്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. റെജീം ചേഞ്ച്, അതേപോലെ തന്നെ ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റിനെ ഇല്ലാണ്ടാക്കുക. പിന്നെ പറഞ്ഞത് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണമാണ്. അതായത് ജനാധിപത്യം അങ്ങ് ബൂത്തുലയിപ്പിക്കാം, അവിടുത്തെ ആൾക്കാരങ്ങ് എട്ടങ്ങാറാവുകയാണ്. ഈ റെജീമിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ ആയുധങ്ങളൊക്കെ കൊണ്ട് ചെന്ന് ഒന്ന് ബോംബിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവിടുത്തെ ആൾക്കാരും കൂടെ ഒരു വിപ്ലവം നടത്തിയ ഗവൺമെന്റ് തയ്യാറെടുക്കാന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഇവർ ഇത് ഒരു പ്രാവശ്യം ഈ ലോകത്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അത് അവർ നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബിയയിലാണ്. ലിബിയയിൽ അമേരിക്കയുടെ നാറ്റോന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. പക്ഷേ ലിബിയയിലെ അമേരിക്കയുടെയോ നാറ്റോന്റെ ഒന്നും പട്ടാളക്കാർ കരയുദ്ധം നടത്തിയിട്ടില്ല. പകരം അവിടെ റെവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമത സേനയ്ക്ക് അവർക്ക് എയർ സ്ട്രൈക്കിലൂടെ അവർക്കുള്ള വഴി വെട്ടിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത്. അവിടെ പട്ടാളക്കാരൊന്നും പോയിട്ടില്ല. അവർക്ക് വേണ്ട കവറപ്പ് എയർ അറ്റാക്കിലൂടെ അവർക്ക് വേണ്ട കവറപ്പ് കൊടുത്തിട്ടാണ് ഗദ്ദാഫിനെ അവർ പിടിക്കുന്നതും ഗദ്ദാഫിനെ അവർ കൊല്ലുകയും ചെയ്യുന്നത്. അതേപോലെ ഒരു എയർ അറ്റാക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുർദുകളെയും അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ മിലീഷ്യകളൊക്കെ ഉണ്ടാക്കി ഇറാനിലോട്ട് വിട്ടിട്ട് ഒരു എയർ കവറപ്പും കൊടുത്തിട്ട് അവിടുത്തെ ഗവൺമെന്റിനെ താഴെറുക്കാന്ന് പറഞ്ഞ പ്ലാനും കൊണ്ടാ പോയേ. പക്ഷെ പടലം മൂഞ്ചി തെറ്റി എല്ലാം മടക്കി വെച്ച് ആ കടപ്പുറത്ത് മറ്റേ നടുക്കടലിൽ കുറെ കപ്പലും ഇട്ട് ഇറാന്റെ കപ്പലും വരുന്ന നോക്കിക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നൊരു സാധനമുണ്ട്, പകരമായി US ഉപരോധം മൊത്തത്തിൽ പിൻവലിക്കും. അതേപോലെ തന്നെ അന്താരാഷ്ട്ര മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള ഇറാന്റെ സ്വത്തുകൾ വിട്ടു നൽകുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് ഇറാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇറാന്റെ ഏറ്റവും വലിയ ഗുഡ്സ് ആയ എണ്ണേനെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ പറയുന്ന സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ US ഡോളറിൽ ഇവർക്ക് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ സാധനം. അതേപോലെ തന്നെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചെല്ലാം ഇറാൻ ജനതയും അവിടുത്തെ യങ്സ്റ്റേഴ്സും ബോധേഡാ. അത് അവർക്ക് വേണം എന്നുള്ളതും അവർക്കറിയാം. പക്ഷെ ഈ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ ആ ഒരു ആസ്പിരേഷനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതിനെല്ലാം മാറി അന്താരാഷ്ട്ര മാർക്കറ്റിലോട്ട് ഇറാന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ ഓപ്പൺ ആവും ഈ പറയുന്ന ഉപരോധം നീക്കി കഴിഞ്ഞു കഴിഞ്ഞാല്.
പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിലെ യാത്രാ നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും നീക്കണം. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ടും മധ്യസ്ഥർ വഴിയും 14 പോയിന്റുകളുള്ള ഈ ധാരണാപത്രത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഫലപ്രദമായാൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് പരിഗണിക്കുമെന്നും ഇസ്ലാമാബാദിൽ വെച്ച് കരാർ ഒപ്പിടുകയാണെങ്കിൽ താൻ അവിടെ പോയേക്കുമെന്നും ഈ ആഴ്ചയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലോട്ട് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ബോംബാക്രമണങ്ങളിലൂടെയാണോ? അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെച്ചിട്ടാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈലുകൾ അയച്ചിട്ടാണോ? അല്ല. 14 പോയിന്റുകളിലായിട്ട് പല തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിലൂടെയും ഇറാനിയൻ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയിലൂടെയാണ് ഈ പോയിന്റുകളിലേക്ക് എത്തിയത്. ആയുധം നെറ്റത്ത് വെച്ചിട്ട് നിങ്ങൾ ചർച്ചക്ക് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാന ബോധമുള്ള ഒരാളും വരില്ല, അഭിമാന ബോധമുള്ള ഒരു മനുഷ്യനും വരില്ല. അതവർ മനസ്സിലാക്കിയില്ല. ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വരുതിയിലാക്കാമെന്ന ഒരു നിലപാടാണ് ഇവർക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഇറാൻ ഇത്രയും അപ്പർ ഹാൻഡ് കിട്ടുന്ന സമയത്ത് അമേരിക്കയുടെ എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കരാറിലേക്ക് ഇറാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സാധനമുണ്ട്, IRGCയും ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത്. IRGCയുടെ താല്പര്യങ്ങൾ ഇതിൽ വേറെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാൻ ആസച്ച് പോകുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വസ്തുതയാണ്. അത് മാത്രമല്ല ആ കുട്ടികള് ട്രംപിനെ സന്ദർശിക്കുന്ന സമയത്ത് ആ കുട്ടികളോട് ഇറാൻ നമ്മൾ 2 ആഴ്ച കൊണ്ട് കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കൊല്ലുമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഒരു ഊന്നൽ വന്നിട്ടുള്ള വേറൊരു സാധനമുണ്ട്, ഇസ്രായേലിനെയും അവർ നശിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവിടെ ഇസ്രായേലിനെ എടുത്ത് പറയേണ്ട ആവശ്യം? യഥാർത്ഥത്തിൽ അവിടെയും വ്യക്തമാവുന്നത് ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ നീഡേ അല്ല, അത് ഇസ്രായേലിന് വേണ്ടിയിട്ടും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഡിസെന്റ് വോയിസുകളെ സപ്രസ് ചെയ്യാനും ഇല്ലാണ്ടാക്കാനും ഉള്ള ഒരു പണിയായിരുന്നു അത് യഥാർത്ഥത്തിൽ ചെയ്തെന്നുള്ളതാണ്. അത് മാത്രമല്ല അമേരിക്കയുമായിട്ടൊരു കരാറിലോട്ട് പോകുമ്പോൾ അമേരിക്ക ഇത് അംഗീകരിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇസ്രായേല് ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ സർവ്വസജ്ജമാണ് എയർ അറ്റാക്കിനെന്നും കൂടെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹുവിന്റെ വിചാരണയും എല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇസ്രായേൽ ഇപ്പൊ ഇതൊരു സമാധാനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനേ പറ്റില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ അമേരിക്ക ആയിട്ട് ഒരു കരാറിൽ വന്നു കഴിഞ്ഞാലും യുദ്ധം തുടരും. പക്ഷെ അത് അമേരിക്കയുമായിട്ടായിരിക്കില്ല, ഡയറക്റ്റ് ഇസ്രായേൽ ആൻഡ് ഇറാൻ കോൺഫ്ലിക്റ്റിലേക്ക് അത് മാറും എന്നുള്ളതും കൂടിയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇരുട്ടടി കിട്ടാൻ പോകുന്നത് UAEക്കും കൂടി ആയിരിക്കും എന്നുള്ളതാണ്.